So hello guys, once again welcome back to my YouTube channel. So in നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് 150 വാട്ട്സ് 200 വാട്ട്സ് വരെ പറ്റും. സോ വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ പീസ് പൈപ്പ് ഫ്ലാറ്റ് ആക്കിയിട്ട് ഷീറ്റാക്കി. അത് എങ്ങനെയാക്കിയെന്ന് പറഞ്ഞാൽ ഗ്യാസ് മേൽ പീസ് പൈപ്പ് വെച്ചിട്ട് ഫ്ലാറ്റാക്കി ഷീറ്റാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ അതൊരു ബോക്സ് ഷേപ്പിലാക്കി ഞാനത് സൂപ്പർ ഗ്ലൂവിനോടാണ് ഒട്ടിച്ചത്. പിന്നെ ഞാനൊരു സോക്കറ്റ് വെച്ച്, ആ സോക്കറ്റ് എവിടെ വെക്കണമെന്ന് അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ നമ്മൾ ചെയ്ത പീസ് പൈപ്പ് ഫ്ലാറ്റാക്കി എടുത്ത ബോക്സാക്കി. പിന്നെ ഞാൻ സ്പ്രേ പെയിൻ്റ് കൊണ്ട് ഒന്ന് കളറും ചെയ്ത്. അത് നിങ്ങളിഷ്ടമാണ് കളർ ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മളെ ബോക്സിൽ ഒട്ടിക്കാത്ത ഭാഗത്ത് ഞാൻ 3 സ്വിച്ചും വെച്ച് പിന്നെ 3 LED സ്ഥലവും വിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ചെയ്ത ബോക്സ് ഒട്ടിച്ചതിൽ ഞാനൊരു ബൾബ് ഹോൾഡറിൻ്റെ സ്ഥലവും കൂടി ഇട്ടിട്ട് ബൾബ് ഹോൾഡർ വെക്കുകയും ചെയ്തു. പിന്നെ ഇനി എടുക്കാൻ പോകുന്നത് ഇതൊരു 150 വാട്ട് DC to AC ഇൻവെർട്ടർ സർക്യൂട്ട് ബോർഡാണ്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ LED കൊടുക്കേണ്ടത് പറഞ്ഞുതരാം. ഓവർലോഡിൻ്റെ LED ഉണ്ടാവും, മെയിൻസിൻ്റെ LED ഉണ്ടാവും. മെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ പവർ കൊടുത്താൽ ലൈറ്റ് കത്തും. അതിൻ്റെ LED ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. പിന്നെ ഞാൻ ഇത് നമ്മളെ ബോർഡിൽ ഒട്ടിച്ച് സൂപ്പർ ഗ്ലൂ പ്ലസ് ഹോട്ട് ഗ്ലൂ. പിന്നെ ഞാൻ മെയിൻസിൻ്റെയും പിന്നെ ഓവർലോഡിൻ്റെ LEDക്ക് വേണ്ടിയുള്ള വയർ സൈഡിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നെ എടുക്കുന്നത് 3.7 വോൾട്ടിൻ്റെ 4 ബാറ്ററീസാണ്. അത് ഞാൻ നമ്മുടെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു, ചാർജ് ചെയ്യുന്ന സോക്കറ്റിലേക്ക് കണക്റ്റും ചെയ്ത് ഒരു ഡയോഡ് വെക്കുകയും ചെയ്തു. പിന്നെ ഈ 4 ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ഞാനിത് ഉപയോഗിക്കില്ല, അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ BMS ഉപയോഗിക്കുക. പിന്നെ ഞാൻ നമ്മുടെ ആ 3 സ്വിച്ച് വെച്ച ആ ഭാഗം എടുത്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്യണം. ഇനി അത് ഫസ്റ്റ് ഞാൻ നമ്മുടെ ഓവർലോഡിൻ്റെയും മെയിൻസിൻ്റെയും LED കണക്ട് ചെയ്യാണ്. അത് പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ചാർജ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്താൻ ഒരു ഇൻഡിക്കേറ്ററും ഇട്ട് ഒരു 330 ohmസിൻ്റെ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ LED ടൈപ്പ് ഉണ്ടാക്കാൻ. മറ്റേ ഓവർലോഡിൻ്റെയും മെയിൻസിനും നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമ്മൾ ഇൻവെർട്ടർ സർക്യൂട്ട് ബോർഡിലേക്ക് പവർ കൊടുക്കണം. അതിന് ഞാൻ നമ്മുടെ ഇൻവെർട്ടർ സർക്യൂട്ട് ബോർഡിൻ്റെ പ്ലസും മൈനസും എടുത്തിട്ട് അതിൻ്റെ മൈനസ് നമ്മുടെ ബാറ്ററിയിലേക്ക് തന്നെ കണക്ട് ചെയ്ത് പിന്നെ പ്ലസ് നമ്മുടെ സ്വിച്ചിലേക്കും കണക്ട് ചെയ്ത് അങ്ങനെ അത് സ്വിച്ചിലേക്കാക്കി. പിന്നെ അത് സ്വിച്ചിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മുടെ LED കത്തും. ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നില്ലേ, അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ ഗ്രീൻ ലൈറ്റ് കത്തും. പിന്നെ ഞാൻ നമ്മുടെ ബൾബ് ഹോൾഡറിലേക്ക് നമ്മുടെ ഇൻവെർട്ടർ സർക്യൂട്ട് ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഒരു വയർ ഞാൻ ബൾബ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്ത് പിന്നെ അടുത്ത വയർ സ്വിച്ചിലേക്കും പിന്നെ നമ്മുടെ ബൾബ് ഹോൾഡറിലേക്കും അങ്ങനെ സ്വിച്ച് കണക്ട് ചെയ്ത് പിന്നെ അടുത്ത നമ്മുടെ സോക്കറ്റിലേക്കും ചെയ്ത് ഞാൻ എങ്ങനെ ബൾബ് ഹോൾഡർ കണക്ട് ചെയ്ത് അങ്ങനെ തന്നെ അതും സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് അത് പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് പിന്നെ ഞാൻ സൂപ്പർ ഗ്ലൂ മൂടിക്കാൻ ഞാൻ അത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻവെർട്ടർ ഓൺ ആക്കണം. അതിന് ഒരു സ്വിച്ച് നിൽക്കിയാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ കത്തും. അതാ നമ്മളെ ഇൻഡിക്കേറ്റർ കത്തി. പിന്നെയാണ് നമ്മളെ ബൾബൊക്കെ ഓൺ ആക്കുന്നത്. അതിന് ഞാൻ എടുക്കുന്നത് 9 വാട്ട്സിൻ്റെ ബൾബാണ്, LED ബൾബ്. അതായത് നമ്മുടെ സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മളെ ബൾബ് നല്ല വർക്ക് ചെയ്യും, കുറേ കിട്ടും. പിന്നെ ഞാൻ 60 വാട്ട്സിൻ്റെ ബൾബ് കത്തിച്ച് കാണിച്ചു തരാം. അതായത് ഞാൻ 60 വാട്ട്സിൻ്റെ ബൾബാണ് എടുക്കുന്നത്. അത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. ഇതാ നമ്മുടെ 60 വാട്ട്സിൻ്റെ ബൾബും കത്തി.
പിന്നെ ഇങ്ങനത്തെ ബൾബ് ഉപയോഗിച്ചാൽ നമ്മളെ ബാറ്ററി വേഗം ഡ്രെയിൻ ആവും. എന്നപ്പോൾ നമ്മളെ 3.7 വോൾട്ടിൻ്റെ ബാറ്ററിൻ്റെയും നല്ലത് നമ്മളെ 12 വോൾട്ട് UPSൻ്റെ ഒക്കെ ബാറ്ററി എടുക്കുന്നതാണ്. അങ്ങനത്തെ ബാറ്ററീസൊക്കെ കുറേ ടൈം കിട്ടും. പിന്നെ ഞാനത് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ കത്തും. നമ്മളെ ഇൻഡിക്കേറ്റർ കത്തി. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 3 to 4 hours ആണ്. പിന്നെ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ BMS ഉപയോഗിക്കണം. ഞാൻ BMS ഉപയോഗിക്കാത്ത ഞാൻ ഇതിൻ്റെ ബാറ്ററി എന്തായാലും വേറെ ഒരാവശ്യത്തിന് എടുക്കും. സോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ BMS ഉപയോഗിക്കാം. പിന്നെ നമ്മളെ മൂന്നാമത്തെ സ്വിച്ച് നമ്മുടെ സോക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.